അതൊക്കെ നെബിലൂട്ടിന് മാത്രമേ പറ്റുള്ളൂ, നമ്മളൊന്നും പറ്റില്ല. അതെ കാണാനത് തൊട്ടുകൊണ്ടല്ല കാണുക. ഹലോ ഹാരിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഞങ്ങൾ വീട്ടിൽ നമ്മൾ പുതിയ വീഡിയോ ആരെങ്കിലും അങ്ങനെ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 പെൺകുട്ടികളാണ്, ഞാൻ മൂന്നാമത്തെ ആളാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ഷൈജാത്താൻ്റെ വീഡിയോയോ ഷൈജാത്താൻ്റെ വീട്ടിലേക്ക് പോയ വീഡിയോ ഞാൻ ഇട്ടിട്ട സമയത്ത് ആരൊരാൾ കമൻറ്റ് ചെയ്തിരുന്നു, നിങ്ങൾ ബന്ധുക്കളാണോ ഞങ്ങളിത് ഇപ്പോഴാണ് അറിയണത് എന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ആരെങ്കിലും നെബ്സ്വിഷൻ ഷാസ്.com ഈ 2 ചാനൽ കാണുന്നുണ്ടെങ്കിൽ നെബ്സ്വിഷൻ എൻ്റെ അനിയത്തിയും ഷാസ്.com എൻ്റെ താത്തയാണ് കേട്ടോ. അങ്ങനെ അപ്പം എൻ്റെ നെബ്സ്വിഷനും എൻ്റെ ഷാസ്.com എൻ്റെ താത്തയും അനിയത്തിയും ഉമ്മയും വാപ്പയും അങ്ങനെ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിലേക്ക് വരുന്നതിൻ്റെ നമ്മൾ വീടൊക്കെ ഒന്ന് ഒരിക്കലും ഒക്കെ അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻസ് നമ്മൾ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്നും അടിച്ചു വരുന്നതൊക്കെ ചെയ്യും, പക്ഷെ ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് അടിച്ചു വരി തുടച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റി അങ്ങനെ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്ലാനുണ്ട്, എല്ലാവരും ഓരോരോ വീട്ടിൽ നിന്ന് അവനവനൊരു സ്പെഷ്യൽ ഫുഡ് കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, ഇന്ന് കുറേ വിശേഷങ്ങൾ നമുക്ക് ഇന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബെഡ്ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഓപ്പൺ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബെഡ്ഷീറ്റിൻ്റെ അൺബോക്സിങ് നമ്മൾ ഇന്നാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് തരട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാനത് ഓപ്പൺ ചെയ്യട്ടെ. ഞാൻ എപ്പോഴും ഈ ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോഴേ എപ്പോഴും ലൈറ്റ് കളേഴ്സാണ് എനിക്കിഷ്ടം. ഞാനിതും ലൈറ്റ് കളർ ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലത്തെ 2 കുഷ്യൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല 2 പില്ലോ കവർ ഉണ്ട് കേട്ടോ. ഈ പില്ലോ കവർ ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള പില്ലോ കവറാണ്. പിന്നെ ഇതുപോലത്തെ ഒരു കിങ് സൈസ് ആണോ ക്യൂൺ സൈസ് ആണോ ക്യൂണൊക്കെ പോകും തോന്നുന്നു, അങ്ങനത്തെ നല്ലൊരു അടിപൊളി ബെഡ്ഷീറ്റും. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും വരുന്നതൊക്കെ അല്ലേ, അപ്പം നമുക്ക് ഈ ബെഡ്ഷീറ്റ് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ബെഡ്ഷീറ്റും ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാറില്ല. ബെഡ്ഷീറ്റ് നല്ലതല്ല, ഞാൻ ഒരു ഡ്രസ്സും ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുന്ന ഉടനെ ഞാൻ ഉപയോഗിക്കാറില്ല. ചെറുതായിട്ട് വാഷ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പാർട്ടി വെയർ ഡ്രസ്സ് പോലും ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്യണം. ഇന്ന് എല്ലാവരും വരുന്നതിൻ്റെ വേഗം വാഷൊക്കെ ചെയ്ത് എടുത്തു വെക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. ഞാനിന്ന് കുക്കിങ്ങിന് പോവുകയാണ്. എൻ്റെ മോള് ഇന്ന് ക്ലീനിങ് ആണ്. പിന്നെ എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട്, ഇത്ത ചെയ്യുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അടുത്ത പ്രാവശ്യം കാണിച്ചു തരുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണാൻ ഇഷ്ടമല്ല എല്ലാ ആൾക്കാരും എൻ്റെ കൂടെ നേരെ കിച്ചണിലേക്ക് പോരും. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന ഏപ്രിലാണ് കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോണത്, ഞാൻ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് ആ അരി എടുത്തിട്ട് ആദ്യം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത അരി കേട്ടോ. നമുക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ കുതിർത്താൽ മതിയാവും. ഞാൻ പിന്നെ രാവിലെ കുതിർത്തിട്ട് പൊടിക്കാനുള്ള കാരണം കൊണ്ടാണ് കേട്ടോ തലേ ദിവസം തന്നെ അരി കുതിർത്തിട്ട് വെള്ളം വാർന്ന് വെച്ചത്. വെള്ളം വാർന്ന് വെച്ച് പൊടിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഞാൻ ഏകദേശം 1 കിലോയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശർക്കര പാനി ചൂടോടുക്കനെ വേണം നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം ഞാൻ അരിച്ചിട്ട് ശർക്കരൻ്റെ ഇങ്ങനെ കല്ലും പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കളഞ്ഞ് നല്ല ചൂടോടുക്കനെ അരിപ്പൊടിക്ക് ശർക്കരൻ്റെ പാനി ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു റവ എടുത്തിട്ട് ഇതാക്കുന്ന കാച്ചി കുറുക്കുക നമ്മൾ ചെയ്യുന്നത് കേട്ടോ. വല്ലാണ്ട് ടൈറ്റ് ആവരുത്. റവ ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാവിൽ കിടന്നിട്ട് അത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അങ്ങനെ റവ കാച്ചിയിട്ട് അതും ഒഴിക്കുക. ഇതൊക്കെ ഒരു കണക്ക്, നമുക്ക് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കൊരു കണക്കുണ്ടാവുമല്ലോ, ആ കണക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ കറക്റ്റ് ഗ്ലാസ് കണക്കിലൊന്നും പറയാൻ വയ്യ കേട്ടോ. പിന്നെ ഞാനൊരു അരമുറി തേങ്ങ ഇതുപോലെ കൊത്തിയിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതും ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് അങ്ങോട്ട് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞാൻ പഴം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് മൈസൂർ പഴമല്ലേ, അതാണ് പാളയംകോടൻ പഴം എന്ന് പറയും തോന്നുന്നു, അതന്നെ. അപ്പോൾ അങ്ങനെ ആ പഴം കൂടി അരച്ച് ചേർത്ത് ഒഴിക്കുന്നുണ്ട്. സാധാരണ ഞാൻ ഉണ്ണിയപ്പത്തേക്ക് പഴം ചേർക്കാറില്ല, കാരണം നമുക്ക് 2 ദിവസം ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കേടുവരാതിരിക്കാൻ. ഇതിപ്പോൾ എന്തായാലും 2 ദിവസം ഇരിക്കില്ല എന്നുള്ളത് എനിക്കറിയാം, വീട്ടിൽ നിന്ന് അത്രയും ആളുകൾ വരുന്നതല്ലേ. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടിയിട്ടുണ്ട് കേട്ടോ, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ കൊത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഒഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. തേങ്ങ കൊത്ത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പത്തിനാണെങ്കിലും നെയ്യപ്പത്തിനൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ
തേങ്ങാക്കൊത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്പൂൺ നെയ്യ് നേരിട്ടിട്ട് ആ മാവിയൊക്കെ ഒഴിക്കാറാണ് ചെയ്യാറ് കേട്ടോ. പക്ഷേ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും വരുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ണിയപ്പം ഒരു കാരണവശാലും ടേസ്റ്റ് ഇല്ലാതിരിക്കരുത് എനിക്ക് നിർബന്ധമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഇതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചൂടാൻ നേരത്തെ കുറച്ച് മുമ്പ് നമുക്ക് കുറച്ചൊരു ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നമ്മളെ ബെഡ്ഷീറ്റ് കഴുകാനും ഇടുന്നുണ്ട്. കാരണം നമുക്കിന്ന് വൈകുന്നേരം ഈ ബെഡ്ഷീറ്റും വിരിക്കാനുണ്ട്. ഇത് അപ്പോൾ ഇതിൽ ഈ ബെഡ്ഷീറ്റിൻ്റെ കുഷ്യന് പോലും നമുക്കിങ്ങനെ കഴുകിയെടുക്കാം വാഷിംഗ് മെഷീനിലുണ്ടോ. അതതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മളെ ബെഡ്ഷീറ്റ് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മളതും ചെയ്ത് ഈ ബെഡ്ഷീറ്റ് കഴുകിയിട്ട് ഇപ്പോൾ വിരിച്ചിട്ടാറുള്ളൂ. വൈകുന്നേരം എല്ലാവരും വരുമ്പോഴേക്കും നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവും. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കണ്ടേ. ഇതിൻ്റെ കൂടെ ഈ കുഷ്യന് കിട്ടുമല്ലോ. ഈ കുഷ്യന് നമുക്ക് മെഷീനിലിട്ട് കഴുകാം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് കഴുകി കിട്ടും. ഇത് നമുക്ക് ഡ്രൈവറിലൊക്കെ ഇട്ട് ഉണക്കിയിട്ട് കൊടുക്കാം. ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല കേട്ടോ. അടുത്തത് നമ്മളെ അടുക്കളയിൽ കുറേ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കഴുകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് പുതിയതായിട്ട് വാങ്ങിച്ച എൻ്റെ ഗ്ലൗസാണ് കേട്ടോ. എൻ്റെ പഴയ ഗ്ലൗസ് ഒന്ന് കീറിയിട്ടുണ്ട്. ഗ്ലൗസ് നമ്മൾ ഇടയ്ക്ക് കീറും, അത് വേറെ കാര്യം. ഇത് ഞാൻ നമ്മുടെ നാട്ടിലത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതേ ഗ്ലൗസ് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി ഉറപ്പും ബലമൊക്കെ ഉള്ളത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളയപ്പത്തിൻ്റെ മാവ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും വരാൻ നേരത്ത് കുറച്ച് ആ സമയത്ത് അത് ഉണ്ടാക്കുള്ളൂ. പിന്നെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉണ്ണിയപ്പച്ചട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ച ഈ അരുൺ ഐസ്ക്രീം കഴിക്കലാണ്. വായോ ഞങ്ങൾക്ക് ഹാളിക്ക് അവിടെ കണ്ടവാ. അപ്പോൾ ഞാനും നമ്മുടെ എൻ്റെ മോളും വരും കാണിക്കും. എൻ്റെ ഐസ്ക്രീം കാണിക്കും വരും. ഇങ്ങോട്ട് പാടി നമുക്ക് വരും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എനർജി കിട്ടില്ല. പിന്നെ അരുൺ ഐസ്ക്രീമിൻ്റെ കുറേ ഫ്ലേവർ ഉണ്ടാവുമല്ലോ. ഇന്നലെ ഞാനൊരു ഐസ്ക്രീം കഴിച്ചപ്പോൾ അത് ആകെ തകിടം മറിഞ്ഞിട്ടാണ് കിട്ടിയത്. കോരി തിന്നേണ്ടി വന്നിരുന്നു. ഇന്ന് വലിയ തരക്കേടില്ല. ഈ ഐസ്ക്രീമൊക്കെ കടയത്ത് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ടിരിക്കും. നമ്മളെ ഫ്രിഡ്ജിൽ ഇവിടെ എൻ്റെ ഐസ്ക്രീം വെച്ചാൽ ഇതാ നമ്മുടെ ഇൻഡോർ ഐസ്ക്രീം ഉണ്ടോ? ഞാൻ മണ്ടൊക്കെ റെഡിയാക്കാം. രസമുണ്ട്. എനിക്ക് കോല് പിടിക്കാൻ പറ്റുള്ള. അങ്ങനെ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഇനി അടുത്തതായിട്ടേ നമുക്ക് ഉണ്ണിയപ്പം വേഗം ഉണ്ടാക്കി വെക്കാം കേട്ടോ. അവരൊക്കെ വൈകുന്നേരം വരുന്നതിന് മുമ്പ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കണ്ടേ. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നേരെ സ്റ്റൗവ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ ഇരുമ്പ് മറിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനൊക്കെ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ കണ്ടിട്ട് കിട്ടിയ അറിവാണ്. നമുക്ക് യൂട്യൂബ് വീഡിയോകളുണ്ടല്ലോ എന്ത് അറിവ് കിട്ടാനും വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ഞാൻ വാങ്ങിച്ചിരുന്ന സമയത്ത് ഇതിൽ 2 ആഴ്ചയോളം ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ ഇരുന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് എൻ്റെ കയ്യിൽ കുറച്ച് കേടായി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അത് 2 ആഴ്ചയോളം ഒഴിച്ച് വെച്ചത് കാരണം കൊണ്ട് ഉണ്ണിയപ്പച്ചട്ടി നല്ല മയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് മയപ്പെടുത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണല്ലോ. ഇപ്പം നമുക്ക് യൂട്യൂബ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇങ്ങനത്തെ അറിവുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വിരുന്നുകാർ വരാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഈ ചുരിദാറിൻ്റെ വീണ്ടും ഇട്ടു. ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ചുരിദാർ. ഇത് പണ്ട് ഇത് ഞാൻ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ട് കാര്യം കേട്ടോ. ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് ഇങ്ങനെ ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ചുരിദാർ അതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരായിട്ട് ആദ്യം ആര് വരുമെന്ന് നോക്കി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടിയിലേക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് വന്ന് ചേർന്നത് ഫസ്റ്റ്.
ആ പലഹാരങ്ങളുമായിട്ടാണ് വന്നത്. ആ വരട്ടെ വരട്ടെ, ആദ്യത്തെ വിരുന്നുകാർ കയറി വരട്ടെ. പലഹാരവുമായി അന്നമ്മ വരുന്നുണ്ട്. അന്നമ്മന്റെ കയ്യിൽ പലഹാരം വെച്ചേക്ക് കുട്ടി. വേറെ പലഹാരം ഉണ്ടോ? ഇന്നിമോള് ഡയറ്റ് തുടങ്ങിയ ശേഷം പൊറോട്ട കഴിച്ചില്ല പറഞ്ഞിട്ട് നെജിന്റെ സ്പെഷ്യൽ പൊറോട്ട. അങ്ങനെ പൊറോട്ട കിട്ടി. ഇന്നിമോൾ സന്തോഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വന്ന് കയറൂ, അകത്ത് കയറൂ. എന്താ അത്? ടേബിൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കിട്ട് ഒന്ന് ആക്കി വെച്ചിരിക്കുന്നതാണ്. നെജിക്ക് നമ്മളെ കാർപ്പറ്റ് എല്ലാം ഇഷ്ടപ്പെട്ടു. ആ ഇതാണ് നെജിന്റെ പലഹാരങ്ങൾ കാണട്ടെ. നല്ല ചൂടുള്ള പാത്രത്തിലൊക്കെയാണ് കൊടുക്കുന്നത്. ആ വെരി ഗുഡ്. അതാ ആവി പറക്കുന്ന ബക്കാബൽ പാസ്തയാണ് ഗായ്സ്. അടച്ചു വെച്ചു, ആവി ഇട്ടും പുറത്തേക്ക് പോകണ്ട, ആരും കാണാം. പണ്ട് നെജിക്ക് ടിഷ്യൂ പേപ്പറിൽ മുക്കിട്ട് അത്ര ഉണ്ണിയപ്പം കഴിക്കുള്ളൂ. ആയിട്ടില്ല, വായക്ക് വെച്ചിട്ടുള്ളൂ ചവക്ക്. എന്നിട്ട് പൊരി ഉയർത്താം, അതല്ലേ ബെറ്റർ. ഇതിന്റെ ഉള്ളിൽ പൊള്ളല്ലേ? ഇതിന്റെ ഉള്ളിൽ കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്, കണ്ടോ? പൊള്ളയല്ലല്ലോ ഇതിന്റെ ഉള്ളില്. അതില് കാണണം പാൽച്ചായ വിളമ്പാ. ജാസ്തി കുട്ടിന്റെ ഐറ്റംസ് ഉണ്ട്. എടി ഇങ്ങോട്ട് കാണിച്ച് നോക്കട്ടെ. ജാസ്തി കുട്ടി കൊടുത്ത ഐറ്റംസ് ആണ് കേട്ടോ. ബർമസ്ക, പിന്നെന്താണ് ഈ സാധനം അല്ല, ഞാൻ അറിയാൻ വയ്യ ചോദിക്കുക. ഇവരുടെ ടീം കൊറേ എങ്ങോട്ടാണ് ഇഞ്ചിപ്പ കഴിക്കണത്? കാണാനത് തൊട്ടക്കൊണ്ടല്ല കാണാ. മയോണൈസ് സോസുകൾ കൊടുക്കണേ? ഇല്ല. അതോ ഇത് എന്റെ വക നല്ല ബീഫ്. അല്ല ഞാനിരുത് എല്ലാവർക്കും ചുണ്ടുമേരുണ്ടല്ലോ പഴയ കഴിച്ച അതെന്താണ്? അല്ല ഇപ്പൊ എന്താ കാട്ടിക്കണ്? ഒരു 4 എണ്ണം കൊടുത്തിട്ട് എന്താ കൊറേ കഴിച്ച നെജിന്റെ കോയും പൊറോട്ടയും കോയും പൊറോട്ടയും. അയ്യോ ഇതില് അല്ല ചൂടുണ്ടത്, അതാ പാലത്തിന്റെ ചൂടാണ്. ാണ് അവിടെ ശൈജാമ്യം അപ്പൊ ഞാൻ സെറ്റാക്കി നമുക്ക് സമാധാനം കഴിക്കാലോ അല്ലെ. അങ്ങനെ ശൈജാമ്യം കുട്ടിയും വന്നിട്ടുണ്ട്. ഞാന് യാമിക്കുട്ടിനെ എടുത്തിട്ടുണ്ട്. നെബിലോട്ടിനെ കണ്ടപ്പോ അങ്ങനെ ചാടും. എന്താ നല്ല കുട്ടിക്ക് നെബിലോട്ടിനെ മാത്രം ഇഷ്ടം. അറിയാൻ പാടില്ല കഥ. ശൈജാത്ത വരുമ്പോൾ ഒരുപാട് പലഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതാപ്പൊ ഇവളൊക്കെ നെബിലൂട്ടിനെ മാത്രമേ പറ്റുള്ളൂ, നമ്മളൊന്നും പറ്റില്ല. എനിക്ക് പിറക്കാതെ പോയ ഉണ്ണി. അതെ, എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാണ് അവൾ. എല്ലാ ചൂടാക്കലും എല്ലാ ഫുഡും ചൂടായിക്കൊണ്ടിരിക്കുവാണ്. എല്ലാ ഫുഡൊന്നുമില്ല, ഓൺലി ജാസ്മിൻ. ഓ ജാസ്മിക്കുട്ടി ഫുഡ് ടേസ്റ്റ് ഉണ്ടാക്കാൻ ജാസ്മിക്കുട്ടി സ്വന്തം ഫുഡൊക്കെ ചൂടാക്കുന്നു. അതൊക്കെ കുടിച്ചപ്പോ കിട്ടിയില്ല. ഇത് കളിപ്പിക്കാൻ പറ്റുന്ന കാര്യം ഓൾക്ക് അന്നം പറ്റൂല. ഇനിയോ നമ്മളെ പ്ലാസ്റ്റിക് ഗ്ലാസ് ഇറങ്ങിക്കാം. പ്ലാസ്റ്റിക് അല്ല, പേപ്പർ ഗ്ലാസ്സിൽ ഇറങ്ങിക്കാം. അതിന് ചായ കുടിക്കാം. അത് ഒരു ഇളം ചൂടില്ലേ ചായക്ക്? ഒരു ഇളം ചൂട് പറയണ്ട, ചൂടില്ലാതെ അവിടെ കുടിക്കാം. ഓക്കെ മതി.
അതെ എല്ലാരും വരിക, വരി വരിയായി നിൽക്കുക. ഉണ്ണിയപ്പം പാൽച്ചായ എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. എല്ലാ പീസ തിന്നണില്ല. നെജിക്ക് ഉണ്ണിയപ്പം വേണ്ടത്രേ. കാരണം നെജി കുറെ നേരം ഉണ്ണിയപ്പം തിന്നണേ. അപ്പോൾ അവൾക്ക് പീസമ്പതൊക്കെ തിന്നോട്ടാം. ട്രെയിൻ ഹോസ്റ്റസ് ആയ പെട്ടെന്ന് ഒരു എല്ലാവരും ഫിഷും ചായ എല്ലാവരും കുടിക്കുന്നത് കഴിക്കരുത്. ക്ലാസ് എടുക്കാനും വരും. യെസ്, അങ്ങനെ നമ്മുടെ പുളിപ്പ് വരും. ശരിയാ. പരിപാടിന്റെ അവസാന ഘട്ടമായ രണ്ടാളും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചായ ഓക്കെ ആണോ? ഹാവും. അങ്ങനെ നമ്മൾ ഏകദേശം രാത്രിയായിട്ടുണ്ട്. അലിയാക്ക നന്നായിട്ട് വിഷമോ? അളിയനക്ക് വിഷമിട്ടില്ല. അളിയനെ പോവണ്ട പറഞ്ഞിട്ട് എല്ലാരും അയ്യോ അളിയ പോവല്ലേ പറഞ്ഞ് പിടിച്ചെടുത്തിക്ക ഞങ്ങളൊക്കെ. ഇവിടെ നല്ല ജാസ്മി കുട്ടറെ എന്താണ് ഈ സാധനത്തിന്റെ പേര്? എന്തൊക്കെയോ ഷോർട്സ് എന്തൊക്കെയോ സാധനങ്ങൾ നിരത്തി ടേബിള് നല്ല നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരു ജഗ പുക. ശരീരത്തിൽ കൊടുന്ന കപ്പ ഒരു വണ്ടി സഹായമില്ലാതെ തന്നെ ശരീരത്തിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ അറിയാം. അല്ല ഇവിടെ എന്താ കുട്ട? അയ്യോ ഈ ചെമ്പണക്കല്ല, ഇതെനിക്ക് ഐഫോൺ വാങ്ങിക്കുമ്പോ ഫ്രീ കിട്ടിയതാ. അതൊക്കെ കിട്ടും. ഇതിന്റെ മോളിന്ന് ഈ ഒരു സാധനം എടുക്കാൻ ടാസ്ക് ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഫുഡും കൊണ്ട് നമ്മളെ ടേബിൾ നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഷൈജാത്താന്റെ പൈനാപ്പിൾ പച്ചടി, ഷൈജാത്താന്റെ ബീഫ് വരട്ടിയത്, നെജിന്റെ എന്താ കോയിൻ പൊറോട്ട, നമ്മളെ നെബിലൂട്ടറെ ഇറച്ചി വട. ഓക്കെ. പിന്നെ നെജിന്റെ ബെക്കാമൽ പാസ്ത, ജാസ്മി കുട്ടിയുടെ എന്തോ ഒരു ബണ്ണ്. എന്താടി ബൺ മസ്കോ? പിന്നെ ജാസ്മി കുട്ടി വെറൈറ്റി ആയിട്ട് എന്തോ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ എന്തോ സാധനം. വാപ്പ ഇറക്കുമതി ചെയ്ത പഴം, നമ്മുടെ പാലപ്പം, നമ്മുടെ ഗ്രീൻ പീസ് കറി, നമ്മുടെ കട്ടൻ ചായ. അതോടുകൂടി എന്റെ ഉമ്മച്ചിന്റെ സ്പെഷ്യൽ ബീഫ് കറി. അങ്ങനെ 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 വിഭവസമൃദ്ധമായ ഡിന്നറുമായി നമ്മൾ എല്ലാവരും ഡിന്നർ കഴിക്കാൻ പോവാണ്. ക്ലാസ് അങ്ങനെ പിഴ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പൊന്നു മോനെ ഇവിടെ എല്ലാ കുട്ടികളും തുണിമണി ഇട്ടിക്കണടാ. എന്തോ ഇത് ബുഫേ കല്യാണമാണ്. പക്ഷെ പിന്നെ ഒന്നും മിണ്ടാതെ നിന്റെ തന്നെ എന്റെ പാലപ്പവും